ഏവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്ന് 69 വർഷം പൂർത്തിയാവുകയാണ്. 1956 നവംബർ 1 മലയാളികളുടെ സ്വന്തം നാട് നമ്മുടെ പ്രിയപ്പെട്ട കേരളം രൂപം കൊണ്ടു. ഭാഷയുടെ മാധുര്യവും സംസ്കാരത്തിന്റെ സമ്പന്നതയും നിറഞ്ഞ ഈ ദിനത്തിൽ അഭിമാനത്തോടെ നമുക്ക് പറയാം, ഞാൻ മലയാളിയാണെന്ന്. നമസ്കാരം, ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ച ഇസ്രായേൽ, 3 പലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു. ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആദ്യപടിയായി കുടമാളൂർ സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ. ചീഫ് സെക്രട്ടറി ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്ത് നൽകും. രണ്ടാം T20-യിൽ ഇന്ത്യയെ അനായാസം കീഴടക്കിയ ഓസ്ട്രേലിയ. വിജയം 4 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഇസ്രായേൽ ആക്രമണം തുടരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് നടത്തിയ ആക്രമണത്തിൽ 3 പലസ്തീനികൾ മരണപ്പെട്ടു. കരാർ ലംഘിച്ചതോടെ സമാധാന ചർച്ചകൾ ഫലം കണ്ടില്ല എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ പ്രതിരോധം ഏർപ്പെടുത്തി നിലവിലെ അവസ്ഥ മറികടക്കുമെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു. ലഹരി വിമുക്ത സമൂഹം സാക്ഷാത്കരിക്കണമെന്ന് ലക്ഷ്യമിട്ട സിപാസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ICJയും സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിമുക്ത കേരളം എന്ന വിഷയത്തിലുള്ള ചർച്ച ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് മുളവന സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് ആമുഖം സന്ദേശം അറിയിച്ചു. 2ാം വർഷ MA ജേർണലിസം വിദ്യാർത്ഥിനി കൃഷ്ണേന്ദു KK മോഡറേറ്ററായ ചർച്ചയിൽ സംഘാടകയായ അസിയാഷ പരിപാടിയുടെ ലക്ഷ്യം അവതരിപ്പിക്കുകയും വർഷ MB വിഷയാവതരണവും നടത്തി. ചർച്ചയിൽ ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ, നിയമനീതിന്യായ സംവിധാനങ്ങളുടെ പങ്ക്, ലഹരി ഉപയോഗം മൂലമുള്ള മാനസികവും ശാരീരികവുമായ പ്രത്യാഘാതങ്ങൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, മാധ്യമങ്ങളുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ എടുത്തുകാട്ടി. ഊർജ്ജസ്വലമായ യുവതലമുറയെ വീണ്ടെടുക്കുന്നതിന് ജീവിതം തന്നെയാകണം യഥാർത്ഥ ലഹരി എന്ന ആശയം ചർച്ചയിൽ ഏറെ പ്രാധാന്യത്തോടെ ഉന്നയിക്കപ്പെട്ടു. ജേർണലിസം വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളും ചേർന്ന് കൈകോർത്ത ഈ സംരംഭം ലഹരി വിമുക്ത കേരളത്തിനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മികച്ച മാതൃകയായി. 1ാം വർഷ വിദ്യാർത്ഥിനി ആനി തോമസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 2ാം വർഷ MA ജേർണലിസം വിദ്യാർത്ഥി ബാനു ബസന്ത്, സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനി നെഫ്ല നജീബ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി. അസിയാഷ, ICJ ന്യൂസ്, കോട്ടയം. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം ഇന്ന് ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും. ചീഫ് സെക്രട്ടറിയും മന്ത്രിസഭാ അംഗങ്ങളും ചേർന്ന് കത്തിന്റെ കരട് രൂപം തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ കത്ത് കൈമാറും. ഒപ്പം കേന്ദ്രം തടഞ്ഞ SSK ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതിയ പ്രപ്പോസൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് കത്ത് നൽകും. 2ാം T20-യിൽ ഇന്ത്യക്ക് തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യൻ നിരയിലെ ബാറ്റർമാർക്ക് അടിപതറിയതോടെ ഇന്ത്യ 125 റൺസിന് പുറത്തായി. രണ്ടാമത് ബാറ്റ് ചെയ്ത ഓസീസ് പട 13.2 ഓവറിൽ ലക്ഷ്യം കണ്ടു. ഓസ്ട്രേലിയക്കായി 3 വിക്കറ്റും 13 റൺസും നേടിയ ജോഷ് ഹേസൽവുഡാണ് കളിയിലെ മികച്ച താരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ച ഇസ്രായേൽ, 3 പലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു. ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആദ്യപടിയായി കുടമാളൂർ സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ. ചീഫ് സെക്രട്ടറി ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്ത് നൽകും. 2ാം T20-യിൽ ഇന്ത്യയെ അനായാസം കീഴടക്കിയ ഓസ്ട്രേലിയ. വിജയം 4 വിക്കറ്റിന്. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.